ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്കിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ തുടരുന്നു. 3-ാം ഭാഗം. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനും അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവുമായിരുന്നു അരിസ്റ്റോട്ടിൽ. നീതിശാസ്ത്രം, തർക്കശാസ്ത്രം, രാഷ്ട്രതന്ത്രം, ജീവശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിൽ ഇദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വടക്കൻ ഗ്രീസിലെ സ്റ്റാജിറ എന്ന ഗ്രാമത്തിൽ ജനിച്ചതിനാൽ തന്നെ ഇദ്ദേഹത്തെ സ്റ്റാജിറൈറ്റ് എന്നും വിളിക്കാറുണ്ട്. പ്ലേറ്റോയുടെ അക്കാദമിയിലെ പഠനത്തിന് ശേഷം അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച വിദ്യാലയത്തിന്റെ പേരാണ് ലൈസിയം. പ്ലേറ്റോ ഒരു ആദർശവാദി ആയിരുന്നുവെങ്കിൽ അരിസ്റ്റോട്ടിൽ ഒരു പ്രായോഗികവാദി ആയിരുന്നു. ശാസ്ത്രത്തെ പ്രകൃതിശാസ്ത്രം, ജീവശാസ്ത്രം, രാജ്യതന്ത്രം എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ കാവ്യശാസ്ത്രം അഥവാ ദി പോയറ്റിക്സ് ആണ് ചരിത്രപരമായ തെളിവുകൾ വെച്ച് നോക്കിയാൽ ലോകത്തിലെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥം. പോയറ്റിക്സിന് 26 അധ്യായങ്ങളുണ്ട്. പിന്നീട് വിശദമായി എഴുതാനിരുന്ന ഒരു പുസ്തകത്തിന് വേണ്ടി അദ്ദേഹം സ്വയം തയ്യാറാക്കിയ കുറിപ്പുകൾ മാത്രമാണ് പോയറ്റിക്സിന്റെ ഉള്ളടക്കമെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. സന്മാർഗശാസ്ത്രത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് നിക്കോമാക്കിയൻ എത്തിക്സ്. പ്ലേറ്റോയുടെ അനുകരണവാദത്തെ ഒരു വ്യവസ്ഥാപിത സിദ്ധാന്തമായി അവതരിപ്പിച്ചത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഇതിനെ മിമിസിസ് എന്ന് വിളിച്ചു. മിമിസിസ് എന്നാൽ അനുകരണം അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്നാണ് അർത്ഥം. അനുകരണം ഒരു അടിസ്ഥാനപരമായ മാനുഷിക വാസനയാണെന്ന് അരിസ്റ്റോട്ടിൽ വാദിച്ചു. അനുകരണ വാസനയുടെ പ്രകാശനമാണ് കവിത. സാഹിത്യത്തിൽ അനുകരിക്കപ്പെടുന്നത് മനുഷ്യ ചിന്തയും മനുഷ്യ കർമ്മവുമാണ്. ഉപരിതല ദൃശ്യങ്ങളുടെ ഫോട്ടോഗ്രാഫിക് പകർപ്പല്ല അനുകരണം, അതൊരു സർഗാത്മക ക്രിയയാണ്. പ്ലേറ്റോയുടെ അനുകരണ സിദ്ധാന്തവും അരിസ്റ്റോട്ടിലിന്റെ അനുകരണ സിദ്ധാന്തവും രണ്ടാണ്. പ്ലേറ്റോയുടെ അനുകരണ സിദ്ധാന്തത്തെ കുറിച്ച് അറിയാൻ മുൻപത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അരിസ്റ്റോട്ടിലിയൻ കാഴ്ചപ്പാടിൽ അനുകരണം ആവിഷ്കരണമോ പുനർസൃഷ്ടിയോ പ്രതിനിധീകരണമോ ആണ്. പ്ലേറ്റോണിക് കാഴ്ചപ്പാടിൽ അത് വസ്തുവിന്റെ പകർപ്പ് മാത്രമാണെന്നാണ് നമ്മൾ കണ്ടത്. പ്രകൃതിയുടെ പുനർസർഗമാണ് അരിസ്റ്റോട്ടീലിയൻ ദർശനത്തിൽ മിമിസിസ്. വസ്തു എങ്ങനെ ആയിരിക്കണമെന്നാണ് കവി കാട്ടിത്തരുന്നത്. അനുകരണ സ്വഭാവം മുന്തി നിൽക്കുന്ന കലാരൂപം സംഗീതമാണെന്ന് അരിസ്റ്റോട്ടില് പറയുന്നുണ്ട്. എന്നാലോ പ്രകൃതിയിൽ നിലകൊള്ളുന്ന ശബ്ദഭേദങ്ങളുടെ നേർപകർപ്പ് സംഗീതമാവുകയില്ലല്ലോ. ഈ ഒരൊറ്റ സിദ്ധാന്തം അല്ലെങ്കിൽ ദർശനം മാത്രം മതി അനുകരണം ഒരു സൃഷ്ടി പ്രക്രിയയാണെന്ന് സ്ഥാപിക്കാൻ. കാവ്യ അനുകരണത്തിന്റെ വിഷയം ക്രിയാനിരതനായ മനുഷ്യനാണെന്ന കാര്യം അരിസ്റ്റോട്ടിൽ ഊന്നി പറയുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യന്റെ പ്രതിച്ഛായകൾ സൃഷ്ടിക്കുക എന്നതല്ല കലാകാരന്റെ കർത്തവ്യം. യാഥാർത്ഥ്യത്തെ പുനർസൃഷ്ടിക്കുകയാണ്. അവ്യവസ്ഥതയിൽ നിന്ന് ഒരു വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയാണ് കവി ചെയ്യുന്നത്. അയുക്തികതയെയും ആകസ്മികതയെയും കവി ഒഴിവാക്കുന്നുണ്ട്. നിത്യവും സാർത്ഥകവുമായ അംശങ്ങൾ മാത്രമാണ് അയാള് തെരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ് കലയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. ചരിത്രത്തെയും ഐതിഹ്യത്തെയും കവി ജീവിത ചിത്രീകരണത്തിന് ആശ്രയിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ അയാൾ സാമാന്യേന ഒഴിവാക്കുകയാണ്. ഒരാദർശത്തിന്റെ അല്ലെങ്കിൽ സാർവലൗകികതയുടെ സത്യമാണ് കവി പ്രകാശിപ്പിക്കുന്നത് എന്ന അരിസ്റ്റോട്ടിലിന്റെ വാദം അനുകരണം സത്യത്തിൽ നിന്നും തുലോം അകന്നാണ് നിൽക്കുന്നതെന്ന പ്ലേറ്റോയുടെ വാദത്തെ പൊളിച്ചു കളഞ്ഞു. അനുകരണത്തിലൂടെ കവി സത്യത്തെ അതേപടി പകർത്തുകയല്ല, മറിച്ച് ഭാവനയിലൂടെ പുനർസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. യുക്തിയും വികാരവും ചേർന്ന ഭാവനാത്മകമായ ഒന്നാണ് കവിത. നടന്ന കാര്യങ്ങളെക്കാൾ ഉപരിയായി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചിത്രീകരിക്കുന്നതിലൂടെ കവിത സത്യത്തിന്റെ യഥാർത്ഥ ആവിഷ്കാരമായി മാറുന്നു എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അരിസ്റ്റോട്ടിലിന്റെ നിരീക്ഷണത്തിൽ അനുകരണത്തിന് 3 ഘടകങ്ങളാണ് ഉള്ളത്: മാധ്യമം, പ്രമേയം, രീതി. മാധ്യമം എന്നാൽ എന്തിലൂടെയാണോ കല അവതരിപ്പിക്കുന്നത് അതാണ് മാധ്യമം. ചിത്രകലയ്ക്ക് വർണ്ണം എന്ന പോലെ, സംഗീതത്തിന് ശബ്ദം എന്ന പോലെയാണ് മാധ്യമം. പ്രമേയം എന്നാൽ കവിതയിലെ ഇതിവൃത്തം. രീതി എന്നാൽ ആവിഷ്കരണത്തിന്റെ ശൈലിയാണ് ഉദ്ദേശിക്കുന്നത്.
പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലേറ്റോയുടെ കാഴ്ചപ്പാടിൽ ഭൗതിക ലോകം സത്യമല്ല, മറിച്ച് വെറും നിഴൽ മാത്രമാണ്. എന്നാൽ അരിസ്റ്റോട്ടിൽ കുറച്ചുകൂടി യുക്തിപരമായി ചിന്തിക്കുന്നു. അദ്ദേഹം ഭൗതിക ലോകം യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കുന്നു. അനുകരണം വെറുമൊരു പകർത്തൽ മാത്രമാണ് എന്ന് പറയുന്ന പ്ലേറ്റോയെ അനുകരണം എന്നത് സർഗാത്മകമായ പുനർസൃഷ്ടിയാണ് എന്ന് അരിസ്റ്റോട്ടിൽ തിരുത്തുന്നു. പ്ലേറ്റോയുടെ കാഴ്ചപ്പാടിൽ കവികൾ വെറും വികാര ജീവികളാണ്. എന്നാൽ അരിസ്റ്റോട്ടിൽ കവികൾ അനുകരണ വാസനയുള്ള ഉന്നതരായ മനുഷ്യരാണ് എന്ന് പറയുന്നു. അനുകരണം സത്യത്തിൽ നിന്ന് അകലെയാണെന്ന് പ്ലേറ്റോയും ആനന്ദവും അറിവുമാണ് അനുകരണത്തിന്റെ ലക്ഷ്യമെന്ന് അരിസ്റ്റോട്ടിലും സിദ്ധാന്തിക്കുന്നു. കല പ്ലേറ്റോയ്ക്ക് അസ്വീകാര്യമാണ്. എന്നാൽ കല മനുഷ്യജീവിതത്തിൽ അനിവാര്യമാണെന്ന് അരിസ്റ്റോട്ടിൽ കരുതുന്നു. അരിസ്റ്റോട്ടിലിന്റെ കാവ്യശാസ്ത്രമാണ് പോയറ്റിക്സ്. അരിസ്റ്റോട്ടിൽ തന്റെ പോയറ്റിക്സ് എന്ന ഗ്രന്ഥത്തിലെ 6-ാം അധ്യായത്തിൽ ട്രാജഡി, അതായത് ദുരന്ത നാടകങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ ട്രാജഡിക്ക് നിർവചനം നൽകുന്നുണ്ട്. സ്വയം പൂർണവും ഗൗരവാവഹവും നിശ്ചിത ദൈർഘ്യമുള്ളതുമായ ഒരു ക്രിയയുടെ അനുകരണമാണ് ദുരന്ത നാടകം. നാടകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഭിന്ന തരത്തിൽ പ്രയുക്തമായ അലങ്കാരങ്ങളാൽ ചമൽക്കരിക്കപ്പെട്ട ഭാഷയിൽ ക്രിയാരൂപത്തിലാകണം, ആഖ്യാന രൂപത്തിലാകരുത് ആവിഷ്കരണം. കരുണത്തിലൂടെയും ഭയത്തിലൂടെയും ഇമാതിരി വികാരങ്ങളുടെ കത്താഴ്സിസ് സാധ്യമാക്കണം എന്നതാണ് ട്രാജഡിക്ക് അരിസ്റ്റോട്ടിൽ നൽകിയിരിക്കുന്ന നിർവചനം. അതായത് ഗൗരവമായ ഒരു ക്രിയയുടെ അനുകരണമാണ് ദുരന്ത നാടകം. ഇത് സ്വയം പൂർണവും നിശ്ചിത വ്യാപ്തിയുള്ളതുമായിരിക്കണം. നാടകത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് യോജിച്ച ഭാഷയിലായിരിക്കണം ഇത് അവതരിപ്പിക്കേണ്ടത്. പ്രേക്ഷകരിൽ ഭയവും കരുണയും ഉണർത്തി അവരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ, അതായത് കഥാർസിസ്, ഇതിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ട്രാജഡിയുടെ 6 ഘടകങ്ങളെ പറ്റിയാണ് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഘടകമാണ് ഇതിവൃത്തം. രണ്ടാമത്തേത് പാത്ര സൃഷ്ടിയാണ്. മൂന്നാമത്തേത് ചിന്ത. നാലാമത്തേത് പദവിന്യാസം. അഞ്ചാമത്തേത് ഗാനമാധുരി. ആറാമത്തേത് ദൃശ്യം. അപ്പോ എന്താണ് പ്ലോട്ട് അല്ലെങ്കിൽ ഇതിവൃത്തം എന്ന് പറയുന്നത്? നാടകത്തിലെ സംഭവങ്ങളുടെ ക്രമീകരണത്തെയാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതാണ് നാടകത്തിന്റെ ആത്മാവ്. ഇനി ഉന്നത സ്വഭാവ ഗുണമുള്ളവരായിരിക്കണം ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് പാത്രചിത്രീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥാപാത്രങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന രീതിയാണ് ചിന്ത അഥവാ തോട്ട് എന്ന് പറയുന്നത്. ഭാഷാ ശൈലി അഥവാ പദവിന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉചിതമായ പദപ്രയോഗങ്ങളെയാണ്. നാടകത്തിലെ രംഗസജ്ജീകരണങ്ങളും വേഷവിധാനങ്ങളുമാണ് ദൃശ്യപരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാടകത്തിന്റെ ഭംഗി കൂട്ടുന്ന സംഗീത ഘടകങ്ങൾ ആണ് ഗാനമാധുരി അല്ലെങ്കിൽ ഗാനാത്മകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയാണ് ട്രാജഡിയുടെ 6 ഘടകങ്ങളായി അരിസ്റ്റോട്ടിൽ നിർദ്ദേശിക്കുന്നത്. ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ പ്ലോട്ട് നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കഥാപാത്രങ്ങളും മറ്റ് ഘടകങ്ങളും ഇതിന് പിന്നാലെയാണ് വരുന്നത്. ദൃശ്യപരമായ ഭംഗിയേക്കാൾ ചിന്താഗതിക്കും നാടകീയമായ ഭാഷാ ശൈലിക്കുമാണ് മുൻഗണന നൽകേണ്ടത് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുരന്ത നാടകങ്ങളിലെ നായകൻ ഉത്തമനും ശ്രേഷ്ഠനുമായിരിക്കണം. എന്നാൽ നായകന്റെ സ്വഭാവത്തിലോ പ്രവൃത്തിയിലോ സംഭവിക്കുന്ന ചെറിയൊരു പിഴവ് അയാളെ ദുരന്തത്തിലേക്ക് നയിക്കുന്നു. ഈ പിഴവിനെ അരിസ്റ്റോട്ടിൽ ഹമേർഷ്യ എന്നാണ് വിളിക്കുന്നത്. ട്രാജഡിയുടെ നിർവചനത്തിൽ വന്നു കയറിയിട്ടുണ്ടായിരുന്ന പുതിയൊരു പദമായിരുന്നു കത്താഴ്സിസ്. ഇത് സാഹിത്യത്തിലായിരുന്നു പുതിയ പദം, എന്നാൽ മുൻപ് വൈദ്യശാസ്ത്രത്തില് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. രോഗവിഷം വിഷ ഔഷധത്താൽ ശരീരത്തിൽ നിന്ന് നിർമാർജനം ചെയ്യുന്നത് പോലെ വികാരം കൊണ്ടുള്ള വിരേചന ചികിത്സയാണ് കലയുടെ ധർമ്മം എന്ന കാഴ്ചപ്പാടാണ് കത്താഴ്സിസിന്റെ പൊരുൾ എന്ന് ചിലർ കരുതുന്നുണ്ട്. ഹിപ്പോക്രാറ്റസിന്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പദം കടം കൊണ്ടിട്ടുള്ളത്. ഒരു ട്രാജഡി
എന്നാൽ അതായത് ദുരന്ത നാടകം കാണുന്നതിലൂടെ പ്രേക്ഷകരിൽ ഭയവും കരുണയും ഉണരുകയും ആ വികാരങ്ങൾ വഴി അവരുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട് മനസ്സ് നിർമ്മലമാവുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കഥാർസിസ് കൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. യൂറിപ്പിഡീസിന്റെ നാടകങ്ങളെ ഇതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഗുരുവും ശിഷ്യനുമായിരുന്നെങ്കിലും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു. തന്റെ ഗുരുവായ പ്ലേറ്റോയുടെ പല നിലപാടുകളോടും അരിസ്റ്റോട്ടിൽ വിയോജിക്കുന്നുണ്ട്. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട മാതൃകകളുടെ സിദ്ധാന്തം അരിസ്റ്റോട്ടിൽ നിരസിച്ചു. പ്ലേറ്റോ ഒരു ആശയവാദിയായിരുന്നുവെങ്കിൽ അരിസ്റ്റോട്ടിൽ ഒരു റിയലിസ്റ്റിക് ആയിരുന്നു, അതായത് യാഥാർത്ഥ്യവാദിയായിരുന്നു. ഇരുവരുടെയും ഈ വ്യത്യസ്ത നിലപാടുകളാണ് പാശ്ചാത്യ തത്വചിന്തയ്ക്ക് ആഴവും വിശാലതയും നൽകിയത്. ഇരുവരെയും ചിത്രീകരിച്ചിരിക്കുന്ന റാഫേലിന്റെ അക്കാദമി എന്ന ചിത്രത്തിൽ പ്ലേറ്റോ ആകാശത്തേക്കും അരിസ്റ്റോട്ടിൽ ഭൂമിക്ക് സമാന്തരമായും വിരൽ ചൂണ്ടി നിൽക്കുന്നു. അരിസ്റ്റോട്ടിലിയൻ സാഹിത്യ ദർശനം സാഹിത്യത്തിലേക്കുള്ള പടിപ്പുരയാണ്. ഇന്നും സാഹിത്യശാസ്ത്രം അരിസ്റ്റോട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നവോത്ഥാന കാലത്ത് പാശ്ചാത്യ സാഹിത്യ വിമർശനം അരിസ്റ്റോട്ടിലിന്റെ കാവ്യമീമാംസയെ ഒട്ടേറെ വലം വെക്കുകയുണ്ടായിട്ടുണ്ട്. കാലിഫോർണിയ തൊട്ട് കൽക്കത്ത വരെ എല്ലായിടത്തും പോയറ്റിക്സ് ഇന്നും ഒരു പാഠ്യഗ്രന്ഥമാണെന്ന് ലൂക്കാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാർവലൗകിക ധിഷണയാണ് അരിസ്റ്റോട്ടിലിൽ T.S. എലിയറ്റ് കാണുന്നത്. സമകാല വിമർശകരിൽ ചിലരെ നാം നിയോ അരിസ്റ്റോട്ടിലിയൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മനുഷ്യ അനുഭവത്തിന്റെ ആവിഷ്കരണമാണ് സാഹിത്യമെന്ന് കരുതുന്ന എല്ലാ ആധുനികർക്കും ആ വിശേഷണം ചേരും. ചിക്കാഗോ ക്രിട്ടിക്കുകൾ നിയോ അരിസ്റ്റോട്ടിലിയനിസത്തിന്റെ പ്രയോക്താക്കളാണെന്ന് കരുതുന്നവരുണ്ട്. അരിസ്റ്റോട്ടിൽ എന്ന കാവ്യചിന്തകന് കാലം ഇന്നും നമസ്കാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കലയിലെ കാലത്തിലല്ല, കാലാതീതത്തിലാണ് അദ്ദേഹം സ്വന്തം അപഗ്രഥന ശേഷിയെ വ്യാപരിപ്പിച്ചത്. അരിസ്റ്റോട്ടിലിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഹോറസിനെ കുറിച്ചും ഹോറസിന്റെ ആർസ് പോയറ്റിക്കയെ കുറിച്ചും അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഡിസംബർ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എഡ്യുമെന്റർ എന്ന നെറ്റ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. എല്ലാ സ്ട്രാറ്റജീസും യൂസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽസ്, പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡീപ്പായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ചോദ്യോത്തര പരിശീലനമാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അടുത്ത ബാച്ചിന്റെ ക്ലാസ് ഉടനെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.